Good afternoon. Good afternoon, ma'am. ഇന്നലെ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ഇന്നലെ എടുത്തത് വായിച്ചു നോക്കിയോ? ഓക്കെ ആണ്. നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാൻ നടക്കാം. ഓക്കെ കേട്ടോ. മ്യൂട്ട് ചെയ്യാൻ മിസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വാല്യൂ അനാലിസിസ് ആണ്. അതിനുശേഷം പറഞ്ഞത് പർച്ചേസിങ്, പിന്നെ പർച്ചേസിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് വരെയാണ് ഇന്നലെ ക്ലാസ് എടുത്തത് കേട്ടോ. ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് 3 types of purchase in hospital. പർച്ചേസിന്റെ 3 types, പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട 3 ടൈപ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് ലോക്കൽ പർച്ചേസ്, പർച്ചേസ് ഫ്രം സപ്ലയർ, ഇമ്പോർട്ട് പർച്ചേസ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ ആണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ലോക്കൽ പർച്ചേസ്. എന്താ ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ലോക്കൽ എന്തായിരിക്കും ലോക്കൽ പർച്ചേസ്? ലോക്കൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാല് ചാപ്റ്റർ മെറ്റീരിയൽസ് മാനേജ്മെന്റ് കേട്ടോ. നോക്കി, ലോക്കൽ പർച്ചേസിംഗ് ഈസ് എ പെർഫോമൻസ് ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് which are locally produced rather than those produced in distant place. എന്താ പറയുന്നത്? ഇപ്പോ നിങ്ങളൊരു സാധനം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് വേണ്ട പലചരക്ക് സാധനങ്ങള് എന്താണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയി വാങ്ങിച്ചു കൊണ്ടുവന്നു. പിന്നെ ഒരു ദിവസം കുറച്ച് നാളുകൾക്ക് ശേഷം നോക്കിയപ്പോ എന്താണ്, കറി വെക്കാനായിട്ട് വെളിച്ചെണ്ണയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പോവോ? അല്ലെ? എവിടെ നിന്നാ വാങ്ങിക്കാം വെളിച്ചെണ്ണ? അടുത്തുള്ള ഷോപ്പിൽ നിന്നായിരിക്കും അല്ലെ. പെട്ടെന്ന് സാധനം കിട്ടണോ അല്ലെ? കറി വെക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് അടുത്തുള്ള കടയിൽ നിന്നാണ് നമുക്ക് പോയി വാങ്ങിക്കാൻ പറ്റുന്നത്. പെട്ടെന്ന് തന്നെ സാധനം കിട്ടി നമുക്ക് എന്ത് ചെയ്യണം? കറി ചെയ്യണം അല്ലെ? കറി വെക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തുള്ള പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ അടുത്തുള്ള കടകളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ലോക്കൽ പർച്ചേസ്. ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സാധനം വാങ്ങിക്കുന്നത് നമ്മള് ലോക്കൽ ആയിട്ടുള്ള പരിസരങ്ങളിൽ നിന്നാണ്, അടുത്തുള്ള പരിസരങ്ങളിൽ നിന്നാണ് നമ്മള് പർച്ചേസിങ് നടത്തുന്നത്. അപ്പോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിദൂര, ദൂരെയുള്ള പ്ലേസിനെക്കാട്ടിലും മുൻതൂക്കം, പ്രിഫറൻസ് അല്ലെങ്കിൽ എന്താണ് മുൻഗണന കൊടുക്കുന്നത് ആർക്കായിരിക്കും? അടുത്തുള്ള കടകൾക്കായിരിക്കും. അതാണ് ലോക്കൽ പർച്ചേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. എന്താണ് ലോക്കൽ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാല്? അടുത്തുള്ള കടകൾക്കാണ്, അടുത്തുള്ള കടയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങള് കൂടുതലും വാങ്ങിക്കുന്നത്. അടുത്തുള്ള കടകൾക്കാണ് നമ്മള് പ്രിഫറൻസ്, മുൻഗണന കൊടുക്കുന്നത്. ദൂരെയുള്ള കടകളെക്കാളും അടുത്തുള്ള കടകളിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും അവയ്ക്കാണ് നമ്മള് പ്രിഫറൻസ് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ലോക്കൽ പർച്ചേസ് മനസ്സിലായോ? അടുത്തുള്ള കടയിൽ നിന്നാണ് വാങ്ങുന്നത് എന്നുള്ള കൺസെപ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം കേട്ടോ. ഇനി പർച്ചേസ് ഫ്രം സപ്ലയർ. സപ്ലയർ ആരാ? വിതരണക്കാരൻ അല്ലെ. സാധനങ്ങള് നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അയാളെ പറയുന്നതാണ് സപ്ലയർ എന്ന്. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ത്രോട്ടിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പൊ പതുക്കെ പറയുന്നത്. വോയിസ് ക്ലിയർ ആണോ? ഓക്കെയാണ്. പർച്ചേസ് ഫ്രം സപ്ലയർ. പർച്ചേസ് ഫ്രം സപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധനം വാങ്ങിക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹത്തെ പറയുന്നതാണ് സപ്ലയർ എന്ന്. അപ്പൊ വിതരണക്കാരിൽ നിന്നും ഇങ്ങനെയെല്ലാം നമ്മൾക്ക് പർച്ചേസ് നടത്താം, അല്ലെങ്കിൽ വിതരണക്കാരിൽ നിന്നും എന്ത് വാങ്ങുന്നതാണ് പർച്ചേസ് ഫ്രം സപ്ലയർ എന്ന് പറയുന്നത്. When the purchase order is required by your supplier,
It form is valid agreement between the customer and your supplier to distribute products or provide a service on time and the price എന്നാണ് അവിടെ പ്രൈസ് സി എന്നൊക്കെ PRICE സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. പ്രൈസ് എഗ്രീഡ് എന്താ പറയുന്നത്? നമ്മളിപ്പോ ഒരു സാധനം ഒരു കച്ചവടക്കാരിൽ നിന്നും വാങ്ങിക്കുമ്പോൾ അവിടെ എന്താണ് ഒരു വാലിഡ് എഗ്രിമെന്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? കച്ചവടക്കാരനും കസ്റ്റമറും തമ്മിൽ എന്തുണ്ടാകുന്നുണ്ട്? ഒരു വാലിഡ് എഗ്രിമെന്റ് ഉണ്ടാകുന്നുണ്ട്. ആ വാലിഡ് എഗ്രിമെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? ടു ഡിസ്ട്രിബ്യൂട്ട് പ്രൊഡക്ട്സ് ഓർ പ്രൊവൈഡ് എ സർവീസ്. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മളൊരു സർവീസ് ചെയ്യുകയാണ് അല്ലെ? അപ്പോ എന്ത് സർവീസ് ആണോ ആ കച്ചവടക്കാരിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു മെഷീൻ ആയിരിക്കാം വാങ്ങുന്നത്. അപ്പൊ എന്ത് പ്രൊഡക്റ്റ് ആണ് ഹോസ്പിറ്റലിലേക്ക് വാങ്ങിയത് എന്നുള്ളതുണ്ടാകും. അതുപോലെ എന്താണ് ഓൺ ടൈം ആൻഡ് അറ്റ് ദ പ്രൈസ് എഗ്രീഡ്. അപ്പൊ പ്രൊഡക്റ്റിന്റെ ഏത് ടൈമിലാണ് ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്, അതുപോലെ തന്നെ അതിന്റെ എന്താണ് പ്രൈസും അതിനകത്തുണ്ടാവും. അപ്പൊ വാലിഡ് എഗ്രിമെന്റ് ആരൊക്കെ തമ്മിലാണ് വാലിഡ് എഗ്രിമെന്റ് ഉള്ളത്? സപ്ലയറും കസ്റ്റമറും തമ്മില്. നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്ക് ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ, ഒരു മെറ്റീരിയൽ വാങ്ങിക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ് കമ്പനീസ് സപ്ലയറും കസ്റ്റമർ ആരായിരിക്കും കസ്റ്റമർ? ഹോസ്പിറ്റലായിരിക്കും അല്ലെ? ഹോസ്പിറ്റലായിരിക്കും. അപ്പൊ കസ്റ്റമറും സപ്ലയറും തമ്മിലൊരു വാലിഡ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ എഗ്രിമെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? ടു ഡിസ്ട്രിബ്യൂട്ട് പ്രൊഡക്റ്റ് ഓർ പ്രൊവൈഡ് ഇൻ സർവീസ്. ഏത് പ്രൊഡക്റ്റ് ആണോ നൽകുന്നത്, അല്ലെങ്കിൽ ഏത് സേവനമാണോ കൊടുക്കുന്നത്, അത് അതിനകത്ത് ഉണ്ടാകും. അതുപോലെ എന്താണ് ടൈം ഉണ്ടാകും, പ്രൈസും അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആയില്ലേ? ഇനി when you accept the invoice from your supplier, എന്താണ് ഇൻവോയ്സ് ബില്ല് ഉണ്ടാവും അല്ലെ? സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് കസ്റ്റമേഴ്സിന് ഒരു ഇൻവോയ്സ് ബില്ല് തരും. ഇൻവോയ്സ് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ബില്ലിനെയാണ് ഇൻവോയ്സ് ബില്ല് എന്ന് പറയുന്നത്. ഈ ഇൻവോയ്സ് ബില്ലില് എന്താണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്ലയറുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, കസ്റ്റമറുടെ ആർക്കാണോ ഈ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അയാളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതുപോലെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പ്രൈസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഇൻവോയ്സ് ബില്ലിൽ ഉണ്ടാവും. ക്ലിയർ ആയോ? അപ്പോ ഈ സപ്ലയർ എന്ന് പറഞ്ഞ ആള് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവോയ്സ് ബില്ല് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. ആ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഇൻവോയ്സ് ബില്ല് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡീറ്റെയിൽഡ് ബില്ലാണ്. പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണ് ഈ ഇൻവോയ്സ് ബില്ല് എന്ന് പറയുന്നത്. ഈ ഇൻവോയ്സ് ബില്ലില് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? സപ്ലയറിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ക്വാളിറ്റി, നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണോ വാങ്ങിക്കുന്നത് അതുണ്ടാവും, അതിന്റെ എന്താ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്രൈസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻവോയ്സ് ബില്ലിൽ കൊടുത്തിട്ടുണ്ടാവും. You can go together with it to the order and post it to your account. അപ്പോ നമ്മൾ അങ്ങനെ ഇൻവോയ്സ് ബില്ല് ഈ സപ്ലയർ കൊടുക്കുകയും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ അക്കൗണ്ടിൽ അല്ലെ, നമ്മളിപ്പോ ഹോസ്പിറ്റലിലോട്ടാണ് ഒരു മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ ആ ഓർഡർ എങ്ങനെയാണ് അല്ലെ, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര ക്വാളിറ്റി ഉണ്ട്, എത്ര പ്രൈസ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യുകയും അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റലിലെ അക്കൗണ്ടില് ആ ഡീറ്റെയിൽസുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇൻവോയ്സ് ബില്ല് സപ്ലയർ കസ്റ്റമർക്ക് കൊടുക്കുമ്പോ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കും അല്ലെ, നമ്മള് ഹോസ്പിറ്റലിലോട്ട് എല്ലാ മെറ്റീരിയൽസും വരുമ്പോ, ഓർഡർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് വരുമ്പോ എത്ര ക്വാളിറ്റി ഉണ്ട്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ആ പ്രൊഡക്റ്റിന് എത്രയാണ് പ്രൈസ് എന്നുള്ളത് ചെക്ക് ചെയ്യുകയും അതിനുശേഷം ഹോസ്പിറ്റലിന്റെ അക്കൗണ്ടിലേക്ക് അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നു. അതാണ് പർച്ചേസ് ഫ്രം സപ്ലയർ. അപ്പോ രണ്ടാമത്തെ ടൈപ്പ് ആണ് നമ്മൾ പറഞ്ഞത് പർച്ചേസ് ഫ്രം സപ്ലയർ.
വിതരണക്കാരിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? പർച്ചേസ് ഫ്രം സപ്ലയർ. ഇനി നോക്കിയേ, ഇമ്പോർട്ട് പർച്ചേസ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ട് ട്രേഡ് മീൻസ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം എ ഫോറിൻ കൺട്രി. എന്താ പറയുന്നത്? ഇമ്പോർട്ട് എന്താ? ഇമ്പോർട്ട്? ഇറക്കുമതി ചെയ്യുക അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോറിൻ കൺട്രീസിൽ നിന്നും ഇങ്ങോട്ടേക്ക്, നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനെയാണ് ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് പർച്ചേസിൽ വരുന്നത്. ഏതൊക്കെയാണ്? ലോക്കൽ പർച്ചേസ്, നമ്മള് ലോക്കൽ ആയിട്ടുള്ള അടുത്തുള്ള പ്രദേശത്ത് നിന്ന് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നു. അതുപോലെ വിതരണക്കാരിൽ നിന്നും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു. അതുപോലെ എന്താണ്? ഫോറിൻ കൺട്രീസിൽ നിന്നും നമുക്ക് ആവശ്യമായ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇറക്കുമതി ചെയ്യുന്നു. ക്ലിയർ ആയോ? വായിച്ചു നോക്കേ, വായിച്ചു നോക്കൂ കേട്ടോ. ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. In purchasing, the starting point is the recognition of the needs for a material on a product. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം കേട്ടോ. ഒറ്റ സെന്റൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, 2 സെന്റൻസ് ആണത്. പ്രൊഡക്റ്റിന്റെ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം കേട്ടോ. In purchasing, the starting point is the recognition of the needs for a material on product. എന്താ പറയുന്നത്? പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എത്രത്തോളം വേണം എന്നുള്ള തിരിച്ചറിവ്. അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് പറയുന്നത്. എന്താണ്? പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽസ് എത്രത്തോളം വേണ്ടി വരും എന്നുള്ള ആവശ്യം, അല്ലെ? എത്ര മെറ്റീരിയൽസ് ആണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടി വരുന്നത് എന്നുള്ളത് തിരിച്ചറിയുക. അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ വെൻഡർ ഓർ സോഴ്സ് സെലക്ഷൻ ഹാസ് 4 സ്റ്റേജസ്. വെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? കച്ചവടക്കാരൻ അല്ലെ. കച്ചവടക്കാരനെ 4 സ്റ്റേജുകളിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? സർവേ സ്റ്റേജ്, എൻക്വയറി സ്റ്റേജ്, നെഗോഷിയേഷൻ സ്റ്റേജ് ഉണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എക്സ്പീരിയൻസ് സ്റ്റേജ് ഉണ്ട്. സർവേ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാരോട് സർവേ ചെയ്യും അല്ലെ. അപ്പൊ നമുക്കൊരു എന്താണ്, ഒരു നൈറ്റിയുടെ ബിസിനസ് തുടങ്ങാനായിട്ട് ഞാൻ തീരുമാനിക്കുകയാണ്. അപ്പോ എന്താണ്, എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് വേണമല്ലോ, തുണികൾ വേണോ അല്ലെ, റണ്ണിങ് മെറ്റീരിയൽസ് വേണം തയ്ച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഹോൾസെയിൽ കടയിൽ പോയി ചോദിക്കും അല്ലെ, എനിക്ക് ഇന്ന മെറ്റീരിയൽസ് തരുമോ എന്ന് 2, 3 അല്ലെങ്കിൽ 4, 5 കടകളിൽ കയറി ഞാൻ ചോദിക്കും. ചിലവര് ചിലപ്പോ സമ്മതിക്കാം, ചിലവര് സമ്മതിക്കാതിരിക്കാം. അതാണ് സർവേ സ്റ്റേജ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളോട് പോയി ചോദിക്കുന്നുണ്ട് അല്ലെ, എനിക്കത് തരുമോ അല്ലെ, എനിക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് സർവേ സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ക്ലിയർ ആയോ? സർവേ സ്റ്റേജ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളോട് അന്വേഷിക്കും അല്ലെ, എനിക്ക് സാധനം കിട്ടുമോ എന്നുള്ളത്, വിൽക്കാനായിട്ട് എനിക്ക് സാധനം കിട്ടുമോ എന്നുള്ളത് ഞാൻ ആളുകളോട് ചോദിക്കുന്നു. 2, 4, 5 ആളുകളോട് അല്ലെ, കടകളിൽ, അങ്ങനെയുള്ള കടകളിൽ കയറിയിട്ട് ഞാൻ ചോദിക്കുന്നു. അതാണ് സർവേ സ്റ്റേജ്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഇത് എൻക്വയറി, അന്വേഷണം അല്ലെ.
അന്വേഷണം നടത്തും. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് ആ സാധനം തരുമോ, എത്ര ക്വാണ്ടിറ്റിയിൽ തരും, എത്ര വിലക്ക് അല്ലെ എത്ര രൂപയ്ക്ക് എനിക്ക് തരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങള് ആ കടക്കാരനോട് ഞാൻ അന്വേഷണം നടത്തും. ക്ലിയർ ആയോ? എൻക്വയറി സ്റ്റേജ് മനസ്സിലായോ? സർവീസ് സ്റ്റേജ് പറഞ്ഞു. നെക്സ്റ്റ് ആണ് പറയുന്നത് എൻക്വയറി സ്റ്റേജ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അന്വേഷണം നടത്തുന്നുണ്ട്. എനിക്ക് ആ തുണിത്തരങ്ങള് എത്ര രൂപയ്ക്ക് തരും, എത്ര ക്വാളിറ്റിയിൽ തരും, എത്ര ക്വാണ്ടിറ്റിയിൽ തരും, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് കിട്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റേജ് ആണ് നെഗോഷിയേഷൻ സ്റ്റേജ്. എന്താണ് നെഗോഷിയേഷൻ? ചർച്ച അല്ലെ, ചർച്ച നടത്തുന്ന സ്റ്റേജ് അല്ലെ. The term of quantity, quality, lead time, etc. അപ്പോ നമ്മള് സെലക്ട് ചെയ്ത് നമുക്ക് തരാന്ന് പറഞ്ഞ കടക്കാരോട് നമ്മള് ചിലപ്പോ 3 പേര് പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് തരാം ഇങ്ങനെ തരാം എന്നുള്ളത്. അപ്പൊ 3 ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് നമുക്ക് അനുയോജ്യമായ ഒരാളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെ. ആ 3 പേരിൽ ആരാണോ നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് തരാമെന്ന് പറഞ്ഞത് ആ 3 പേരിൽ ഒരാളെ, കൊക്കയായിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ആൾക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കുന്നുണ്ട് നമ്മള്. അതാണ് നെഗോഷിയേഷൻ. ആ സപ്ലയറും കസ്റ്റമറും തമ്മിലുള്ള ഒരു കരാറ്. ക്ലിയർ ആയോ? അതാണ് നെഗോഷിയേഷൻ സ്റ്റേജിൽ വരുന്നത്. നമ്മളെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ലീഡ് ടൈം അനുസരിച്ചിട്ട് നമ്മള് ചർച്ച നടത്തി ഒരാളെ നമ്മള് സെലക്ട് ചെയ്തു. അയാൾക്ക് എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്? പർച്ചേസിംഗ് ഓർഡർ കൊടുക്കുന്നു. ഇനി ലീഡ് ടൈം എന്ന് പറഞ്ഞല്ലേ, എന്താണ് ലീഡ് ടൈം? ദ ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ കേട്ടോ. അവിടെ മെറ്റീരിയൽ നാക്കണേ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മെന്റ് എന്നുള്ളതിന് മെറ്റീരിയൽ നാക്കാം. മെന്റ് വെട്ടിയിട്ട് മെറ്റീരിയൽ. Time between ordering the material and get it to the department. Department എന്ന ഷോർട്ട് ഫോമിൽ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. അപ്പോൾ ലീഡ് ടൈം എന്താണ്? നമ്മള് ഓർഡർ കൊടുത്തു, ആ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള, ഗെറ്റിംഗ് ഇറ്റ് ടു ദ ഡിപ്പാർട്ട്മെന്റ്, നമുക്ക് ആ മെറ്റീരിയൽ കിട്ടുന്നത് വരെയുള്ള ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീഡ് ടൈം എന്ന് പറയുന്നത്. എന്താണ് ലീഡ് ടൈം? നമ്മൾ ഓർഡർ കൊടുത്തു, ആ മെറ്റീരിയൽ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് വരെയുള്ള ടൈം, ആ ടൈമിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താണ്? 3 സ്റ്റേജും കഴിഞ്ഞു. നമ്മള് ആളുകളുടെ അവിടെ പോയി ചോദിച്ചു, എൻക്വയറി നടത്തി, അവരുമായിട്ട് കരാർ അല്ലെ, ചർച്ച നടത്തി, കരാർ ഉറപ്പിച്ചു. അതിനുശേഷം എന്താണ്? എക്സ്പീരിയൻസ് സ്റ്റേജ് ആണ് അല്ലെ. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവം അല്ലെ, നല്ല രീതിയിലുള്ള ഒരു അനുഭവം കിട്ടുന്നതാണ് അല്ലെ. നമ്മളിപ്പോ എന്താണ്? ഒരാളോട് 2-3 പേരോട് ചോദിച്ചു, അവരുമായിട്ട് അന്വേഷണം നടത്തി, കരാർ ഉറപ്പിച്ചു. അപ്പൊ നല്ല രീതിയിലാണ് നമുക്ക് എന്താണ്? നമ്മൾക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഗുണകരമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നതെങ്കിൽ എന്താണ്? നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലെ. ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മിസ്ലീഡിങ്ങോ അങ്ങനെ ഒന്നും നടക്കുന്നില്ല അതിനകത്ത്. അവരോട് ചോദിച്ചു, അവര് തരാമെന്ന് പറഞ്ഞു മെറ്റീരിയൽസ്, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു, അവര് ഓക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ ഓക്കെ പറയുമ്പോൾ എന്താണ്? നല്ല രീതിയിലാണ് എല്ലാം നടന്നുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് സ്റ്റേജ്, നല്ല രീതിയിലുള്ള ഒരു അനുഭവമാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. അതാണ് ലാസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് എക്സ്പീരിയൻസ് സ്റ്റേജ്. ക്ലിയർ ആയോ? ഒരു വെണ്ടറെ സെലക്ട് ചെയ്യുമ്പോൾ 4 സ്റ്റേജുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഏതൊക്കെയാണ്? സർവീസ് സ്റ്റേജ് ഉണ്ട്, എൻക്വയറി സ്റ്റേജ് ഉണ്ട്, നെഗോഷിയേഷൻ സ്റ്റേജ് ഉണ്ട്, എക്സ്പീരിയൻസ് സ്റ്റേജ് ഉണ്ട്. മനസ്സിലായോ? അത് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ലീഡ് ടൈം എന്താണെന്നുള്ളത് പഠിക്കാം. ലീഡ് ടൈം എന്താണ്? ഓർഡർ കൊടുത്തു, മെറ്റീരിയൽസിന് ഓർഡർ കൊടുത്തു, അത് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് വരെയുള്ള ടൈമിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ്, അവിടെ ഒന്ന് വെട്ടണം കേട്ടോ, ഈസ് ബ്യൂട്ടിഫുൾ എന്നില്ലേ, അതൊന്ന് വെട്ടിയിട്ട് ഹാവ് ബ്യൂട്ടി എന്നാക്കണം. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ബ്യൂട്ടി
to spend money judicially, objectively, honestly, and effectively. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് എങ്ങനെയെല്ലാമാണ് നല്ല രീതിയിൽ പണം വിനിയോഗിക്കുന്നത്? പണം വിനിയോഗിക്കുന്ന ഡ്യൂട്ടി എങ്ങനെയാണ്? ജുഡീഷ്യറി അല്ലെ, വിവേകപൂർണമായിട്ട്. അതുപോലെ ഒബ്ജക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വസ്തുനിഷ്ഠമായി. ഇനി ഹോണസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യസന്ധമായിട്ട് വേണം. അതുപോലെ ഇഫക്റ്റീവ്ലി, ഫലപ്രദമായിട്ടും. ഓക്കെ, മനസ്സിലായോ? ജുഡീഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിവേകപൂർണമായി, ഒബ്ജക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വസ്തുനിഷ്ഠമായും, അതുപോലെ ഹോണസ്റ്റ്ലി എന്താണ്? സത്യസന്ധമായും, ഇഫക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫലപ്രദമായും വേണം പണം വിനിയോഗിക്കാനായിട്ട്. അതാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി. ക്ലിയർ ആയോ? വായിച്ചു നോക്കി ഒന്ന്. Vendor selection has 4 stages. So, purchasing department duties ഒന്ന് വായിച്ചു നോക്കട്ടോ. ഓക്കെയാണോ? എന്താണ്? നെഗോഷിയേഷൻ ഈസ് എ two-way communication between buyer and seller. അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നെഗോഷിയേഷൻ എന്ന് പറയുന്നത് ഒരു two-way കമ്മ്യൂണിക്കേഷൻ ആണ്. ആരൊക്കെ തമ്മിലാണ്? ബയ്യറും സെല്ലറും തമ്മിലുള്ളൊരു two-way കമ്മ്യൂണിക്കേഷൻ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചർച്ച. ഓക്കെ, കരാർ, ചർച്ച എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് two-way കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. ഇനി നെഗോഷിയേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് എ ഡിസ്കഷൻ ഓൺ ദ ബിസിനസ് ട്രാൻസാക്ഷൻ. അല്ലെ, നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ബയറും സെല്ലറും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ, ബിസിനസ് ട്രാൻസാക്ഷൻസ് തമ്മിലുള്ള ഡിസ്കഷനെയാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ലീഡിങ് ടു ഫൈനലൈസേഷൻ of purchase and sales contract of goods and services. ഒരു അന്തിമ തീരുമാനം അല്ലെ, ഫൈനലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അന്തിമ തീരുമാനം. ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിന്റെ അന്തിമ തീരുമാനത്തെയാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. നെഗോഷിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. നെഗോഷിയേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്? ഹ്യൂമൻ ബിഹേവിയർ അല്ലെ, മനുഷ്യ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യ സ്വഭാവം. അപ്പോ നെഗോഷിയേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹ്യൂമൻ ബിഹേവിയർ ആണ്. അപ്പൊ നെഗോഷിയേഷനിൽ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മള് ഒരു two-way കമ്മ്യൂണിക്കേഷൻ ആണ്. ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു two-way കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിന്റെ അന്തിമ തീരുമാനത്തെയാണ് നെഗോഷിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെഗോഷിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ എന്താണ്? ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. ക്ലിയർ ആയോ? Characteristics of good negotiator or negotiating team. രണ്ടാളുകൾ തമ്മിലാണ് കരാറ് നടത്തുന്നത്.
അല്ലെങ്കിൽ ചർച്ച നടത്തുന്നത്. ഏതൊക്കെയാണ്? സെല്ലറും ബയറും. അതാണ് നെഗോഷിയേറ്റിംഗ് ടീം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഗുഡ് നെഗോഷിയേറ്ററിന്റെ സവിശേഷത, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സവിശേഷത. ഇതൊക്കെയാണ്. നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് എന്താ? വായിച്ചു നോക്കിയേ. മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് പർട്ടിക്കുലർ മെറ്റീരിയൽ. എന്തായിരിക്കാം ഫസ്റ്റ് പോയിന്റ്? മസ്റ്റ് ഹാവ് എ ഗുഡ് ഗുഡ് നോളജ് ഉണ്ടായിരിക്കണം. എന്തിനെ കുറിച്ചാണ് ഗുഡ് നോളജ് ഉണ്ടായിരിക്കേണ്ടത്? എന്തിനെ കുറിച്ചാ? മെറ്റീരിയൽസിനെ കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം ബയർക്ക് അല്ലെ. അതുപോലെ തന്നെ എന്താണ്? എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. എന്തായിരിക്കാം? എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. എന്താണ് എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ഗുഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. നമ്മള് എന്താണ്? ബയർ ഉണ്ടാവും, സെല്ലറും ഉണ്ടാവും. നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഫിഷ്യൻസി ഉണ്ടാവാം അല്ലെ. ഇനി എന്താണ്? ബോത്ത് ഒഫെൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈൽ. എന്താണ് ഒഫെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആക്രമണങ്ങള് ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെ. അങ്ങനെയുള്ള എന്താണ്? ആക്രമണങ്ങള് ഉണ്ടാക്കുന്ന രീതിയിലും അതുപോലെ തന്നെ എന്താണ്? പ്രതിരോധാത്മകമായ. ഡിഫെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രതിരോധാത്മകമായ. അപ്പോ ആക്രമണങ്ങള് ചിലപ്പോ എന്താണ്? നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തി ചർച്ച നടത്തുമ്പോൾ ചിലപ്പോ ഒരാള് പറയുന്നത് ഒരാൾക്ക് പിടിക്കില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ചിലപ്പോ മറ്റൊരാളെ ആക്രമിക്കാനായിട്ട് ഇടവരാറുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം നടത്തേണ്ടത്. ഒഫെൻസീവ് ആയിട്ടും ഡിഫെൻസീവ് ആയിട്ടുള്ള സ്റ്റൈൽ അല്ലെ ഇവിടെ പറയുന്നത്. ആക്രമണങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലും അതുപോലെ തന്നെ പ്രതിരോധിക്കാത്ത രീതിയിലും ആണ് ചർച്ച പോകേണ്ടത്. ക്ലിയർ ആയോ? ഇനി ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ. എന്തായിരിക്കും ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ? റാപ്പിഡ് തിങ്കർ പെട്ടെന്ന് നന്നായി നമുക്ക് തിങ്ക് ചെയ്യാനായിട്ട് കഴിവുണ്ടാകുന്ന ആളായിരിക്കണം അല്ലെ. അതുപോലെ തന്നെ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ എന്താണ്? അവര് പറയുന്നത് കേൾക്കാനും അവര് പറയുന്നത് അനുസരിച്ചിട്ട് റാപ്പിഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഉത്തരം കൊടുക്കാനായിട്ടുള്ള കഴിവുണ്ടാകണം. ഇനി ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. എന്തായിരിക്കാം? ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. എന്താണ് ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മറ്റൊരാളുമായിട്ട് നല്ലൊരു ചിലപ്പോ എന്താണ്? നല്ല രീതിയിൽ പെരുമാറാനായിട്ട് അല്ലെ. മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകാൻ കഴിവുള്ള ആളായിരിക്കണം. അങ്ങനെ ഒരു സ്കില്ല് ആൾക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകാനായിട്ടുള്ള സ്കില്ല് ഉണ്ടാവണം. നോളജ് അബൌട്ട് ലോ ഓഫ് കോൺട്രാക്ട്സ്, കോൺട്രാക്ട് എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്. ഇതറിയാൻ പറ്റുമല്ലോ. ഇതാണ് കരാറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ. കോൺട്രാക്റ്റുമായിട്ടുള്ള നിയമങ്ങള്, അതുപോലെ തന്നെ എഗ്രിമെന്റ്സ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്. പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള പ്രൈസ്, എത്തരത്തിലുള്ള പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ല രീതിയിൽ എന്താണ് പ്രൈസ് അറിവ് അല്ലെ. പ്രൊഡക്റ്റ് ഇപ്പൊ നമുക്ക് എന്താണ് പ്രൈസ് ഇത്ര കുറച്ച് വിറ്റാലേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും പ്രൈസിൽ നമുക്ക് മെറ്റീരിയൽസ് തരണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം അല്ലെ. പറഞ്ഞ് നിയമവശങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ എഗ്രിമെന്റിന്റെ അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്ങിനെ കുറിച്ചുള്ള അറിവും. പിന്നെന്താ പറയുന്നത്? ലോജിക്കൽ തിങ്കർ. ലോജിക്കൽ തിങ്കർ എന്താ? ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം അല്ലെ. എന്താ പറയുന്നത്?
യുക്തിപരമായിട്ടുള്ള യുക്തിപരമായി ചിന്തിക്കാനുള്ള കഴിവുള്ള ആളായിരിക്കണം. ഗുഡ് ലിസണർ, അതറിയാൻ പറ്റുമല്ലോ. എന്താ ഗുഡ് ലിസണർ? മറ്റുള്ളവരെ കേൾക്കാനായിട്ട് തയ്യാറാവണം അല്ലെ. ചിലപ്പോ എന്താണ്, ചിലവരെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ രണ്ടുപേരായിട്ട് സംസാരിച്ചിരിക്കുന്നത് കാണാം. അപ്പൊ എന്താണ്, അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോ എന്താണ്, മറ്റൊരാളെ കേൾക്കുന്നത് ചിലപ്പോൾ കേൾക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കണതാണ്. അയാളൊരു നല്ലൊരു ലിസണറാണോ? അല്ല. മറ്റുള്ളവരെ കേട്ട് അയാൾക്ക് നല്ല രീതിയിൽ മറുപടി പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവണം. എന്താണ് ഗുഡ് ലിസണർ എന്ന് പറയുമ്പോ. എന്താണ് ഒപ്റ്റിമിസ്റ്റിക്? ഒപ്റ്റിമിസ്റ്റിക് എന്താ? ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കണം. ഓക്കെ. ഇനി എന്താണ് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ? അതറിയാൻ പറ്റുമല്ലോ. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ എന്താ? ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ എപ്പോഴും നമ്മള് ചിലവര് കണ്ടിട്ടുണ്ടാവുന്ന എപ്പോഴും ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കാതെ എന്താണ് ഒരു മറ്റുള്ളവരെ ഒരു നർമ്മബോധത്തോടുകൂടി പെരുമാറാന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മള്? എന്താണ് തമാശ പറയാ, എപ്പോഴും സ്ട്രിക്റ്റും കാര്യങ്ങളായിട്ട് നിൽക്കാതെ ഒരു നല്ല രീതിയിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നർമ്മബോധത്തോടുകൂടി പെരുമാറാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഗുഡ് നോളജ് ഓഫ് particular material, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈല്, റാപ്പിഡ് തിങ്കർ, ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, knowledge about law of contracts, contract agreement, accounting and pricing, logical thinker, good listener, optimistic, good sense of humor. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഗുഡ് നെഗോഷിയേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ. ഇനി എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ? നെഗോഷിയേഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെ, ലക്ഷ്യങ്ങള് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഫസ്റ്റ് നോക്കിയേ. ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ. എന്താ പറയുന്നത്? ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ. എന്താ ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റുമോ നമുക്ക്? To safeguard organizations' interest and goal. അറിയാൻ പറ്റോ? പറഞ്ഞു നോക്കിയോ ഒന്ന്. ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കരാറ് ഉറപ്പിക്കുന്നതെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഗോൾസും ഇൻട്രസ്റ്റും നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം നമ്മൾ വെക്കുന്ന കരാറ്. ക്ലിയർ ആയോ? ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ് കരാറ് വെക്കുന്നതെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഗോള് അല്ലെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റ് അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം ആ കരാർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, മനസ്സിലായോ? ഇനി എന്താണ്? To see that the organization is not in a disadvantageous position. എന്താണ് ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? പ്രതികൂലമല്ലാതെ അനുകൂലമായിട്ടുള്ള, നമ്മളിപ്പോൾ നമുക്ക് എന്താണ് കരാറ് വെക്കുന്നത് ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു ബിസിനസ് തുടങ്ങിയല്ലേ, നൈറ്റിയുടെ ബിസിനസ് തുടങ്ങിയെങ്കിൽ ഞാൻ കരാറ് മറ്റൊരു വ്യക്തിയുമായിട്ട് കരാർ ഉറപ്പിക്കുമ്പോൾ എനിക്ക് അനുകൂലമായിട്ട് വേണം കരാറ് വെക്കാനായിട്ട്. പ്രതികൂലമല്ലാതെ അനുകൂലമായിട്ട് വേണം, നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ അനുകൂലമായിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്, കരാറ് ഉണ്ടാക്കാനായിട്ട്. ഇനി തേർഡ് നോക്കിയേ. ടു എൻഷുർ ദാറ്റ് ദ
organization get all benefit which can easily and comparatively come to it in normal circumstances. നമുക്ക് നല്ല രീതിയിൽ കരാർ ഉണ്ടാക്കുന്നത്, ഇപ്പൊ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മെറ്റീരിയൽസ് വേണം. അപ്പൊ നല്ല രീതിയിൽ ഈസി ആയിട്ട് ആ മെറ്റീരിയൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും കരാറ് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ബെനഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുമായിരിക്കണം കരാറ് ഉണ്ടാക്കാനായിട്ട്. ക്ലിയർ ആയോ? സെയിം പോയിന്റ് തന്നെയാണ് കേട്ടോ. ആ കൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് നമുക്ക് ഈസി ആയിട്ട് ആ മെറ്റീരിയൽസ് കിട്ടുന്ന രീതിയിലും എന്താണ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അനുകൂലമായിട്ട് അല്ലെ. സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന നമുക്ക് ഗുണകരമായിട്ടുള്ള രീതിയിലും ആയിരിക്കണം എന്ത് ചെയ്യാനായിട്ട് കരാർ ഉറപ്പിക്കാനായിട്ട്. To see that the distant future of the organization is not bargained for the present. എന്താ പറയുന്നത്, നമ്മളൊരു കരാറ് വെക്കുമ്പോ പെട്ടെന്ന് തന്നെ ആ കരാറ് തീർന്നു പോകുന്ന രീതിയിൽ ചിലപ്പോ എന്താണ് 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെ ഇരിക്കും നമുക്ക് കരാറ് ഉറപ്പിക്കുന്നില്ല അല്ലെ. ഇപ്പോ ചിലവര് പെട്ടെന്ന് തന്നെ കരാറ് 2 മാസം അങ്ങനെ പെട്ടെന്ന് കരാറ് തീർന്നു പോകുന്ന രീതിയിൽ കരാർ ഉറപ്പിക്കാൻ പാടില്ല. ഇപ്പോ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇന്ന ക്വാണ്ടിറ്റിയിൽ ഇന്ന പ്രൈസിന് ആ മെറ്റീരിയൽസ് തരും എന്ന് പറഞ്ഞിട്ടാണ് അവർ കരാർ ഉറപ്പിക്കുന്നത്. അപ്പൊ 2 മാസത്തില് പെട്ടെന്ന് ആ കരാറ് തീർന്നു പോകുകയാണെങ്കിൽ പിന്നീട് ആ മെറ്റീരിയൽസിന്റെ ആവശ്യം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ചിലപ്പോ പ്രൈസ് കൂട്ടിത്തരാനായിട്ട് നമുക്ക് തോന്നും. അവര് പ്രൈസ് കൂട്ടിത്തരും. അപ്പോ ആ കരാറ് മറ്റേ കരാറിന്റെ എന്ത് കഴിഞ്ഞിട്ടുണ്ട്, കാലാവധി കഴിഞ്ഞത് കാരണം എന്ത് ചെയ്തരും, പ്രൈസ് കൂട്ടി നമുക്ക് മെറ്റീരിയൽസ് തരാനായിട്ട് ഇടയാകും. അതുകൊണ്ട് തന്നെ ഓരോ കരാറും നമ്മൾ ഉറപ്പിക്കുമ്പോൾ എന്താണ് കൂടുതൽ നാളത്തേക്ക് കരാറ് ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ ആയോ? അത് കുറച്ച് നാളത്തേക്ക് കരാർ ഉറപ്പിക്കാതെ കുറച്ച് ദീർഘനാളത്തേക്ക് കൂടി കരാർ ഉറപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ എന്താണ് വിലപേശാനായിട്ടൊക്കെ അതിന് എളുപ്പമായിരിക്കും. ബാർഗെയിനഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിലപേശൽ. ഇപ്പൊ വിലപേശാനായിട്ടൊക്കെ അവർക്ക് എളുപ്പമായത് കൊണ്ട് തന്നെ നമ്മള് കരാറ് ഉണ്ടാക്കുമ്പോൾ എന്താണ് ദീർഘനാളത്തേക്ക് ഡിസ്റ്റൻസ് അല്ലെ, ദീർഘനാളത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കരാറ് ഉണ്ടാക്കണം. Ensure that the term and conditions are settled in apparent terms and nothing is left to interpretations which may result in misunderstanding and bitterness. Misunderstanding എന്ന് പറഞ്ഞാൽ എന്താണ്, തെറ്റിദ്ധാരണ അല്ലെ. മിസ്അണ്ടർസ്റ്റാൻഡിങ് മീൻസ് തെറ്റിദ്ധാരണ. അതുപോലെ തന്നെ bitterness എന്ന് പറഞ്ഞാല് വിദ്വേഷം അല്ലെങ്കിൽ കയ്പ് എന്നൊക്കെ പറയാം. കയ്പ് അല്ലെങ്കിൽ വിദ്വേഷം എന്നൊക്കെ പറയാം. അപ്പൊ നമ്മള് ഒരു കരാറ് ഉണ്ടാക്കുമ്പോ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും സെറ്റിൽ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, കരാർ ഉറപ്പിക്കാനായിട്ട്. നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അവരോട് പറഞ്ഞ് സെറ്റിൽ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മുടെ ഒരു കരാറ് ഉറപ്പിക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോ തെറ്റുകാരണങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് വിദ്വേഷമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും പറഞ്ഞ് തീർത്തതിന് ശേഷം മാത്രമേ കരാറ് ഒപ്പിടാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പിക്കാനായിട്ട് പാടുള്ളൂ. ഇനി ലാസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് formulating strategies, plan of action designed to achieve a long-term aim, and tactics are vital part of negotiation. ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലെ, തന്ത്രങ്ങള് നമ്മൾ എന്ത് ചെയ്യണം, തന്ത്രങ്ങൾ ഉണ്ടാക്കണം അല്ലെ. തന്ത്രങ്ങൾ, ടാക്ടിക്സ് എന്ന് പറഞ്ഞാല് തന്ത്രങ്ങൾ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ലോങ് ടേം എയിം, ലോങ് ടേം ലക്ഷ്യങ്ങള്, നമ്മുടെ ലോങ് ടേം എയിംസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങള് നമ്മൾ എന്ത് ചെയ്യണം, ഫോർമുലേറ്റ് ചെയ്യണം, ആവിഷ്കരിക്കണം, മെനഞ്ഞെടുക്കണം. ക്ലിയർ ആയോ? ലാസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് പറയുന്നത് ലോങ് ടേം എയിംസ്. നമ്മൾക്ക് എന്താണ്, ഒരു ലോങ് ടേം ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ, ദീർഘലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ദീർഘലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ആവിഷ്കരിക്കണം. ഇനി ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തന്ത്രങ്ങൾ തന്നെയാണ്. ടാക്ടിക്സ് ആർ ദ വൈറ്റൽ പാർട്ട് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് എന്ത്,
ടാക്ടിക്സ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കരാറിന്റെ അല്ലെങ്കിൽ ചർച്ചയുടെ ഒരു പ്രധാന ഭാഗമാണ്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയ ഒബ്ജക്റ്റീവ്സ് വായിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ ആണ്. ഇനി എന്താണ് നെക്സ്റ്റ് ആണ് പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ. 3 ഫേസസ് ആണ് നെഗോഷിയേഷൻ ഉള്ളത്. പ്രീ നെഗോഷിയേഷൻ ഫേസ് ഉണ്ട്, മീറ്റിംഗ് ഫേസ് ഉണ്ട്, ലാസ്റ്റ് വൺ ഈസ് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. അപ്പോ നെഗോഷിയേഷന്റെ പ്രോസസ് ചോദിക്കാം കേട്ടോ. പ്രോസസ് ഒക്കെ നല്ല രീതിയിൽ പഠിക്കാം. ഓരോന്നും അതിന്റെ ഉള്ളിലൊക്കെ പഠിക്കാനുണ്ട് സ്റ്റെപ്പുകൾ. പ്രീ നെഗോഷിയേഷന്റെ സ്റ്റെപ്പാണ് 5 സ്റ്റേജസുകളായിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. 5 സ്റ്റെപ്പ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഓർക്കണം. ഓരോന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ 3 ഫേസസ്. ഫസ്റ്റ് ഫേസസ് ആണ് പ്രീ നെഗോഷിയേഷൻ. നെഗോഷിയേഷന് മുമ്പുള്ള ഫേസ് ആണ് പ്രീ നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. പ്രീ നെഗോഷിയേഷൻ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? നെഗോഷിയേഷൻ ചർച്ചയ്ക്ക് ഉള്ള ഫേസ്. അതിനകത്ത് 5 സ്റ്റെപ്പ് പഠിക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി മെറ്റീരിയൽ. ഇതറിയാലോ നിങ്ങൾക്ക്? മെറ്റീരിയലിനെ കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻ അറിയണം. അതുപോലെ എന്താണ്? അനലൈസ് കൺസിസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. നിങ്ങള് ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ടെൻഡർ വിളിക്കുന്നു, ടെൻഡർ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേൾക്കാത്തവർ ഇനി പേപ്പറൊക്കെ നോക്കി അതൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് തന്നെയാണ്, കരാറ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ അവരുടേതായിട്ടുള്ള ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ പ്രൈസ് നമുക്ക് വാങ്ങുന്ന ആൾക്കത് എന്താണ് ആൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ടെൻഡർ കരാറുകൾ ചിലവർ എന്ത് ചെയ്യും? ആൾക്ക് ഓപ്റ്റ് ആയിട്ടുള്ള കരാറാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് നോക്കിയിട്ട് അവരുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നു. അതാണ് ഇത് വിശകലനം ചെയ്യുന്നു. ടെൻഡേഴ്സുകൾ വിശകലനം ചെയ്യുന്നു. ഇനി തേർഡ് സ്റ്റേജിൽ വരുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ് ഡിഫൈൻ ഹൗ മാക്സിമം വി ക്യാൻ ഗോ. എനിക്ക് എത്രത്തോളം ഈ ടെൻഡർ അല്ലെങ്കിൽ കരാർ വെച്ച് എത്രത്തോളം മാക്സിമം പോകാൻ പറ്റും, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലാണോ അവര് പ്രൈസ് പറഞ്ഞിരിക്കുന്നത്, ക്വാണ്ടിറ്റി കൊടുത്തിരിക്കുന്നത് ഉദ്ദേശിക്കുന്ന രീതിയിലാണോ എന്നാ ടെൻഡർ നോക്കി എനിക്ക് എത്രത്തോളം ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത്. ഇനി ഫോർത്ത് എന്താണ്? ടെൻഡർ അവര് ആക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം സ്ട്രാറ്റജീസ് അല്ലെ, തന്ത്രങ്ങള് വികസിപ്പിച്ചെടുത്തു. ഇനി ഫിഫ്ത് സ്റ്റേജ് ആണ് എന്ത്? പ്രിലിമിനറി ടാക്ടിക്സ് അല്ലെ, പ്രാഥമിക തന്ത്രങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, ഏതൊക്കെയാണെന്നുള്ള സ്റ്റെപ്പുകൾ. അപ്പോ പ്രീ നെഗോഷിയേഷൻ ഫേസിലുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞത്. കറക്റ്റ് ഇൻഫർമേഷൻ അറിയാം. ഇനി ടെൻഡറുകൾ നമ്മൾ പേപ്പറിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് യോജിച്ച ടെൻഡേഴ്സ് ഏതാണെന്ന് നോക്കി അനലൈസ് ചെയ്തു. അവരെന്ത് ചെയ്തു? ഈ ടെൻഡറുമായിട്ട് മാക്സിമം എനിക്ക് എത്രത്തോളം മുൻപോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നോക്കി സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തു. പ്രാഥമിക തന്ത്രങ്ങളും ഡെവലപ്പ് ചെയ്തെടുത്തു. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് മീറ്റിംഗ് ഫേസ്. മീറ്റിംഗ് ഫേസിൽ നോക്കിയേ, will not be complete one meeting. ഒരു മീറ്റിംഗ് കൊണ്ട്
അത് കംപ്ലീറ്റ് ആകുന്നില്ല. തേർഡ് ത്രീ മീറ്റിംഗ് ഫേസിനെ 3 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് ഉണ്ട്, ഡിസ്കഷൻ മീറ്റിംഗ് ഉണ്ട്, എഗ്രിമെന്റ് മീറ്റിംഗ് ഉണ്ട്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്താണ്? 2 parties introduce themselves and information analysis. എന്താണ്? 2 പാർട്ടീസും അവരുടെ കാര്യങ്ങൾ അല്ലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇൻഫോർമേഷൻസ് വിശകലനം ചെയ്യുന്നു. ഇനി ഡിസ്കഷൻ മീറ്റിംഗിൽ എന്താണ്? ഇഷ്യൂസ് ഡിസ്കസ്ഡ് അല്ലെ. അപ്പോ എന്താണ്, ബയറും സെല്ലറും തമ്മിലൊരു എഗ്രിമെന്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഇന്ന റേറ്റിൽ വേണം, ഇന്ന ക്വാണ്ടിറ്റി വേണം, ഇന്ന ക്വാളിറ്റി ഉണ്ടാവണം എന്നുള്ളത്. അതാണ് ഇഷ്യൂ ഡിസ്കസ്ഡ്. അവരുടെ കാര്യങ്ങൾ പറയുന്നു, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട്. ഇനി എന്താണ്? എഗ്രിമെന്റ് മീറ്റിംഗ്. എഗ്രിമെന്റ് റീച്ച്ഡ് അറ്റ് ആൻഡ് ദ കോൺട്രാക്ട് ഈസ് സൈൻഡ് ബൈ ദ ബോത്ത് പാർട്ടീസ് അല്ലെ. ഈ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞ് അവർ ഓക്കെ, 2 പേരും ഓക്കെ ആണെങ്കിൽ അവർ കോൺട്രാക്റ്റില് സൈൻ ചെയ്യുന്നു. അതാണ് എഗ്രിമെന്റ് മീറ്റിംഗ്. അപ്പൊ മീറ്റിംഗ് ഫേസിൽ 3 ഫേസുകളാണ്, 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, ഡിസ്കഷൻ മീറ്റിംഗ്, എഗ്രിമെന്റ് മീറ്റിംഗ്. എക്സ്പ്ലോറേറ്ററിയില് അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവരെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇൻഫർമേഷൻസ് ഒക്കെ വിശകലനം ചെയ്തു, അനലൈസ് ചെയ്തു. ഇനി ഡിസ്കഷൻ ഫേസിൽ, ഡിസ്കഷൻ മീറ്റിംഗിലാണ് അവരെന്ത് ചെയ്യുന്നത്? ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം എഗ്രിമെന്റ് മീറ്റിംഗ് അല്ലെ, 2 പാർട്ടീസിലും സമ്മതമാണെങ്കിൽ കോൺട്രാക്റ്റില് സൈൻ ചെയ്യുന്നു. കിട്ടിയോ അത്? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി നോക്കിയേ, സി ആണ് എന്ത്? പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിനെ അനദർ നെയിം പറയുന്നുണ്ട്. ഏതാണ്? എക്സിക്യൂട്ടീവ് ഫേസ്. ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. എക്സിക്യൂട്ടീവ് ഫേസിനെ പറയുന്ന മറ്റൊരു പേരുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിനെ പറയുന്ന മറ്റൊരു പേരുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇമ്പോർട്ടന്റ് ആണ്, അടയാളപ്പെടുത്തി വെക്കണം. എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട് എന്ന് പറയുന്നത് ഇവിടെ എഗ്രിമെന്റ് നടപ്പിലാക്കുന്നു. ഈ പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിലും സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ, അതുകൂടി ഒന്ന് ഓർത്ത് വെക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടു പ്ലേസ് ദ ഓർഡർ അല്ലെ. പർച്ചേസ് ഓർഡർ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. ഇനി പർച്ചേസ് ഓർഡർ കൊടുത്തു. ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോ എന്താണ്, ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് മെഡിസിൻസിന്റെ ഓർഡർ ആണ് ഇവര് കൊടുക്കുന്നതെങ്കിൽ അവിടെ പോയിട്ട് അവർക്ക് വേണ്ട സോഴ്സുകൾ അല്ലെ, വിഭവങ്ങള്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ഇവർക്ക് വേണ്ടത് എന്ന് വെച്ചാല് അത് പരിശോധിക്കുന്നു. ഇനി എന്താണ്? ടു റിസീവ് എ പർട്ടിക്കുലർ ഐറ്റംസ് ഇൻ അവർ സ്റ്റോർസ് അല്ലെ. ഞങ്ങളുടെ സ്റ്റോഴ്സിൽ നിന്നും പ്രത്യേക ഇനം സ്വീകരിക്കുന്നു. അതാണ് ഇത് അവർക്ക് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിന് വേണ്ട മെറ്റീരിയൽസ് അവിടെ അവരുടെ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ പോയിട്ട് അവര് പരിശോധിച്ചു, അവർക്ക് വേണ്ടത് അവര് ഓർഡർ കൊടുത്തു. അവരുടെ സ്റ്റോറിൽ നിന്ന് അവർ ഓർഡർ കൊടുക്കുന്നു. അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഡർ കൊടുത്തു, അവരത് സ്വീകരിക്കുന്നു, റിസീവ് ചെയ്യുന്നു. റിസീവ് ചെയ്യുമ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ്, ഹോസ്പിറ്റലോട്ട് ആ മെറ്റീരിയൽസ് കൊണ്ടുവന്നു, റിസീവ് ചെയ്തു. അതിനുശേഷം ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ്. എന്താണ് പ്രിമൈസസ്? പരിശോധന. പ്രിമൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധന എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോ ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ്, ഹോസ്പിറ്റലോട്ട് കൊണ്ടുവന്നു. ഇന്ന് നമ്മള് കൊടുത്തിരിക്കുന്ന ക്വാളിറ്റിയോടെയാണോ അല്ലെങ്കിൽ എന്താണ് പ്രൈസ് ഇത്രയാണോ എന്നുള്ള പരിശോധന നടത്തുന്നു. മാനുഫാക്ചറിംഗ് കമ്പനിയിൽ നിന്ന് ഓർഡറുകൾ സ്വീകരിച്ച് ഓർഡർ ഇവിടെ മെറ്റീരിയൽസ് കൊണ്ടുവന്നു. ആ മെറ്റീരിയൽസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, പരിശോധന നടത്തുന്നുണ്ട്. അതാണ് ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ്. പ്രിമൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധന നടത്തുന്നത്. പരിശോധിച്ചു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും അല്ലാത്തത് എന്ത് ചെയ്ത് കളയുകയും ചെയ്യുന്നുണ്ട്? റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി ആക്സെപ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് രജിസ്റ്ററിൽ എന്ത് ചെയ്ത് വെക്കുന്നത്? റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. നമ്മൾ സ്വീകരിച്ചവ സ്റ്റോക്ക് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുന്നു.
ഇൻസ്റ്റാളിംഗ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഓർ സ്റ്റോറേജ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിലപിടിപ്പുള്ള അസറ്റുകള്, ആസ്തികളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്. ഇപ്പോ എന്താണ് സ്കാനേഴ്സ്, ഓട്ടോക്ലേവ് മെഷീൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതൊക്കെ എന്താണ് ദീർഘനാൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിൽ വില കൊടുക്കേണ്ട വരുന്ന മെഷീൻസ് ആണ് അല്ലെ. അതാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന് ഉദാഹരണം. ഏതൊക്കെയാണ്? ഓട്ടോക്ലേവ് മെഷീൻസ്, അതുപോലെ പലതരത്തിലുള്ള സ്കാനേഴ്സ്, എന്താണ് MRI സ്കാനുകൾ, എക്സ്റേ, CT സ്കാൻ ഒക്കെ എടുക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്കാനേഴ്സ് ഒക്കെയാണ് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന് എക്സാമ്പിൾ കേട്ടോ. വിലപിടിപ്പുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെഷീൻസ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള മെഷീൻസ് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്? ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് വാങ്ങിക്കുന്നവ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പൊ മെറ്റീരിയൽസ് ആണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ് നെഗോഷിയേഷൻ ഫീസിൽ വരുന്നത്. പോസ്റ്റ് നെഗോഷിയേഷൻ ഫീസിന്റെ അനദർ നെയിമാണ് എക്സിക്യൂട്ടീവ് ഫീസ്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇത്രയും വരിയെന്ന് മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നെഗോഷിയേഷൻ പഠിച്ചു അല്ലെ. നെഗോഷിയേഷന്റെ 3 ഫേസസുകളാണ് പഠിച്ചത്. പ്രീ നെഗോഷിയേഷൻ ഫേസ്, അതെന്താണ്? നെഗോഷിയേഷന് മുമ്പുള്ള ഫേസ് ആണ്. അതിൽ 5 സ്റ്റെപ്പാണ് പറഞ്ഞത്. ഇൻഫർമേഷൻ, correct information about the material, analyze consisting of information with the other tenders, objectives define how much maximum we can go, developing strategies, preliminary tactics. ഇനി മീറ്റിംഗ് ഫേസിൽ പറഞ്ഞത് എന്താണ്? ഒരു മീറ്റിംഗ് കൊണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുന്നില്ല. അപ്പോ 3 മീറ്റിംഗ് ആണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, ഡിസ്കഷൻ മീറ്റിംഗ്, എഗ്രിമെന്റ് മീറ്റിംഗ്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടുപേരും തമ്മിൽ ഇൻട്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. അതിനുശേഷം അവരുടെ ഇൻഫർമേഷൻസ് അവിടെ വിശകലനം ചെയ്യുന്നു. ഡിസ്കഷൻ മീറ്റിംഗില് എന്താണ്? ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എഗ്രിമെന്റ് മീറ്റിംഗില് രണ്ടുപേരും തമ്മിൽ യോജിച്ച് പോകുന്നുണ്ട്. നമുക്ക് കോൺട്രാക്ട് ഇവിടെ മുന്നോട്ട് പോകാം എന്നാണെങ്കിൽ എന്താണ്? രണ്ടുപേരും ആ കോൺട്രാക്റ്റില് സൈൻ ചെയ്യുന്നു. ഇനി പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസില് ലാസ്റ്റ് സ്പേസ് ആണ്. നെഗോഷിയേഷൻ ഫേസിലെ ലാസ്റ്റ് ഫേസ് ആണ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. അതിന്റെ എന്താണ്? ഇവിടെ എഗ്രിമെന്റ് നടപ്പിലാക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ, inspection at the source, to receive the particular item in your store, inspection at our premise, accept or reject, record in stores register, installing or storing, last one is payment. Okay, ഇത്രയും കാര്യങ്ങള് നെക്സ്റ്റ് വീക്ക് വരുമ്പോ വായിച്ചിട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും കേട്ടോ. ഓക്കെ, താങ്ക് യു. നല്ല രീതിയിൽ പഠിക്കാം. എക്സാം വരൂ കേട്ടോ. എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാം. എക്സാം ആയിട്ടില്ല എന്നാലും മിസ് പറഞ്ഞതാണ്. 3ഉം 4ഉം കഴിയുമ്പോഴത്തേനും എക്സാം ഉണ്ടാവുമല്ലോ. അപ്പോ 3ഉം 4ഉം മിസ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ തന്നെ വായിച്ചാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. 2ഉം 1ഉം പോലെയല്ല, മൊഡ്യൂൾസ് പോലെയല്ല, ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ അന്നാന്ന് എടുക്കുന്ന ഭാഗങ്ങള് അന്നാന്ന് തന്നെ പഠിച്ചിട്ട് പോണം. ഓക്കെ, താങ്ക് യു.